അതായത് രണ്ടാം ബാക്ക് ടു ബാക്ക് ജലപീരങ്കി പ്രയോഗമാണ്. രണ്ടാം തവണയാണ് ജലപീരങ്കി പ്രയോഗം. ജലപീരങ്കിയിൽ കൈകൾ കോർത്തു പിടിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് ഇന്ന് ജലപീരങ്കി അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. അതിശക്തമായ ജലപീരങ്കി പ്രയോഗം നടക്കുന്നുണ്ട് അവിടെ കണ്ണൂരിൽ. DM ഓഫീസിലേക്കാണ് അവിടെ മാർച്ച്. വലിയൊരു സംഖ്യ പ്രവർത്തകർ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. ആദ്യം ഒരു ജലപീരങ്കി പ്രയോഗം നടന്നു. പിന്നീട് പ്രവർത്തകർ വീണ്ടും തടിച്ചുകൂടിയെത്തി അങ്ങോട്ടേക്ക് പ്രതിഷേധമായി രംഗത്തെത്തി. വീണ്ടും ഒരു ജലപീരങ്കി പ്രയോഗം ഉണ്ടായത് ആ പോലീസുമായി നേർക്കുനേർ കയ്യാങ്കളിയിലേക്കൊക്കെ പോവുകയാണ്. അവിടെ നീല ഷർട്ടിട്ട പ്രവർത്തകൻ പോലീസിന് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. വലിയ ഏറ്റുമുട്ടൽ, വലിയ സംഘർഷത്തിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നു. ലാത്തി ചാർജിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സാധാരണഗതിയിൽ നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു ലാത്തി ചാർജിലേക്ക് എത്തേണ്ട സമയമാകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ അധികം നാളുകളായി പ്രതിപക്ഷ, വിദ്യാർത്ഥി, യുവജന സംഘടനാ സമരങ്ങൾക്ക് നേരെ ലാത്തി ചാർജ് ഉണ്ടാവുകയും കൂടുതൽ പ്രൊവോക്കേഷൻ ഉണ്ടാക്കേണ്ടതില്ല എന്ന പോലീസിൻ്റെ ബോധപൂർവമായ നിലപാടൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും അങ്ങോട്ടേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം കൂടുതൽ സംഘർഷാത്മകമായ രീതിയിൽ നിൽക്കുകയാണ്. അത് കണ്ണൂരും വയനാടും പത്തനംതിട്ടയിലുമൊക്കെ ഒരേ സമയം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ട്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് സംസ്ഥാനമൊട്ടാകെയുള്ള സമര പരമ്പര. അരുൺ പൂപ്പറമ്പ തുടരുന്നു. അരുണ്, അതൊരു തെരുവ് യുദ്ധമായി പരിണാമം പ്രാപിക്കുകയാണോ പലയാവർത്തിയുള്ള ജലപീരങ്കി പ്രയോഗത്തിന് ശേഷവും? ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്താനുള്ള നീക്കം പോലീസ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ വഴങ്ങാൻ പ്രവർത്തകർ തയ്യാറാവുന്നില്ല. തുടർച്ചയായിട്ടുള്ള പ്രകോപനം ആ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. പോലീസ് ഇതുവരെ ലാത്തി വീശുന്ന നടപടിയിലേക്ക് കടന്നിട്ടില്ല. രണ്ട് റൗണ്ടായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ബലം പ്രയോഗിച്ച് പ്രവർത്തകരെയും നേതാക്കളെയും ദൃശ്യങ്ങളിൽ കാണാം, നേതാക്കളെയും കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന നടപടിയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ഒരു വശത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ട്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ ബലം പ്രയോഗിച്ച് തന്നെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ ശ്രമം നടത്തി. പക്ഷേ ഒരു തരത്തിലും അതിൽ വഴങ്ങാൻ ഇതുവരെ യൂത്ത് കോൺഗ്രസ് തയ്യാറില്ല. അതിനിടെ ചില പ്രവർത്തകർ മാത്രം ഇപ്പോൾ ണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോഴും ഈ റോഡിൽ പോലീസുമായി ഏറ്റുമുട്ടുകയാണ്, അല്ലെങ്കിൽ നിരന്തരമായി കയ്യാങ്കളിയിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്നു. സംഘർഷാവസ്ഥ പൂർണ്ണമായി ഒഴിഞ്ഞുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 2 തവണ ജലപീരങ്കി പ്രവർത്തകരെ ഇവിടുന്ന് തിരിച്ചുവിടുന്നതിന് ഓരോ പ്രവർത്തകരെ പോലീസ് വലിയ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ DM ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് കസ്റ്റഡി എടുക്കുന്നത്. പക്ഷേ വലിയ സംഖ്യ പ്രവർത്തകർ അവിടെയുണ്ട്. പോലീസുമായി നേർക്കുനേർ കയ്യാങ്കളിയിലുണ്ട്. പോലീസിന് സുഗമമല്ല പ്രവർത്തകരെ ഓരോരുത്തരെയാണെങ്കിൽ കൂടിയും ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്ന കാര്യം. വലിയ രീതിയിൽ ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നത്. DM ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച്. കുറച്ച് പ്രവർത്തകർ ഇതിനോടകം തന്നെ DM ഓഫീസിനായി കഴുത്തിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് അതിന് മുകളിൽ കയറിയ പ്രവർത്തകരെയാണ് പരമാവധി പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിക്കുന്നത്. അതിനുള്ളിൽ കുറേയധികം പ്രവർത്തകർ കടന്നു കയറിയിരിക്കുന്നു. ഇതിനോടകം തന്നെ അത്രയധികം പോലീസ് സന്നാഹം അവിടെ ഉണ്ടെങ്കിലും ഫർസിൻ മജീദ് അടക്കമുള്ളവർ അതിൻ്റെ മുകളിൽ എത്തി നിൽക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് വാഴയാണ് ഇരിക്കുന്നത്. വാഴയൊക്കെ പറിച്ചെടുത്തുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ഫർസിൻ മജീദും യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കളുമൊക്കെ ഇതിനോടകം തന്നെ DM ഓഫീസിൻ്റെ ഗേറ്റ് മറികടന്ന് അവിടെ നിൽക്കുന്നുണ്ട്. പോലീസ് താഴെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നുമുണ്ട്.